ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി വെച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ച് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് സവാള വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് വാട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ലേശം വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഉള്ളി നല്ലോണം വാടി കിട്ടണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാനുള്ളത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലേശം നേരം തക്കാളി വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കതിലേക്ക് ഇടാനുള്ളത് നമുക്ക് മസാലപ്പൊടികളാണ്. നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ലേശം ബീഫ് മസാല, ഇതെല്ലാതെ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് നമുക്കതിലേക്ക് കൊട്ടി കൊടുക്കാം. മസാലയിലേക്ക് നമുക്ക് ബീഫ് കൊട്ടി കൊടുക്കാം. ലേശം നേരം ഇളക്കി അത് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വറ്റിക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളതിൻ്റെ കൂടെ കറിയായിട്ട് നമുക്ക് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കതൊന്ന് കടുകിട്ടിട്ട് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ഇട്ടിട്ട് നമ്മളതൊന്ന് വറവിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ റെസിപ്പി ഇത് രണ്ടുമാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.